കിഴക്കൻ ലബനനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കുറഞ്ഞത് 10 ഹിസ്ബുള്ള തീവ്രവാദികൾ കൊല്ലപ്പെട്ടതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കൊല്ലപ്പെട്ടവരിൽ മുതിർന്ന ഹിസ്ബുള്ള നേതാവ് ഹുസൈൻ യാഗി ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ബക്ക താഴ്വരയിലെ ഗ്രൂപ്പിന്റെ സൈറ്റുകൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഈ മേഖലയിലെ ഹിസ്ബുള്ളയുടെ നീക്കങ്ങൾ ഇസ്രായേലും ലബനനും തമ്മിലുള്ള ധാരണകളുടെ ലംഘനമാണെന്നും ഇസ്രായേൽ കൂട്ടിച്ചേർത്തു. 2024 നവംബറിൽ ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ച് വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം ലബനനിലുണ്ടായ ഏറ്റവും മാരകമായ ആക്രമണങ്ങളിൽ ഒന്നാണിത്. അമേരിക്കയുടെയും ഫ്രാൻസിന്റെയും മധ്യസ്ഥതയിൽ നടന്ന കരാറിന്റെ ആദ്യഘട്ടത്തിൽ ഇസ്രായേലും ഹിസ്ബുള്ളയും തെക്കൻ ലബനൻ മേഖലയിൽ നിന്നും പിന്മാറിയിരുന്നു. ചർച്ചകൾക്ക് ശേഷം കൂടിക്കാഴ്ച നല്ല അന്തരീക്ഷത്തിലാണ് നടന്നതെന്നും ഇസ്രായേലിനും ലബനനും ഇടയിൽ സാധ്യമായ സാമ്പത്തിക സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ആശയങ്ങൾ രൂപപ്പെടുത്തുമെന്ന് ധാരണയായെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് ഒരു പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. സാമ്പത്തിക സഹകരണത്തിന്റെ പുരോഗതി പരിഗണിക്കാതെ തന്നെ ഹിസ്ബുള്ളയുടെ നിരായുധീകരണം നിർബന്ധമാണെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയതായും പ്രസ്താവനയിൽ പറയുന്നു. ഇസ്രായേൽ, UK, US എന്നിവയുൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങളിൽ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിക്കുകയും ഇറാന്റെ ശക്തമായ പിന്തുണയുമുള്ള ലബനനിലെ ഒരു തീവ്ര ഷിയ മുസ്ലിം ഗ്രൂപ്പാണ് ഹിസ്ബുള്ള.